നമസ്കാരം. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന ആ ദിവസം തന്നെ എനിക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അല്ലെങ്കിൽ ഏതാനും മാസങ്ങളായി i2 ന്യൂസ് ചില വമ്പന്മാരെ അവർക്കെതിരെ ന്യൂസ് കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, പ്രമുഖ ഒരു വ്യവസായി, ആ വ്യവസായി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു ബി ടീമും കൂടെ ചേർന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ അതിൻ്റെ ഒരു ബി ടീമായി പ്രവർത്തിച്ച അവർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഒരു ക്യാമ്പയിനായിട്ട് തന്നെ ഞങ്ങളത് ചെയ്തിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് കാണാം, ആ രണ്ട് മണ്ഡലങ്ങളിലും ആ വ്യവസായി കോൺഗ്രസ് നേതാക്കളെ തോൽപ്പിക്കുവാൻ നിർത്തിയ ആ രണ്ട് മണ്ഡലങ്ങളിലും അവരുടെ സ്ഥാനാർത്ഥികൾ പച്ച തൊട്ടില്ല, ദയനീയമായി അവർ പരാജയപ്പെട്ടു, ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് നമ്മൾ കണ്ടു. അന്നേരം എനിക്കെതിരെ വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇവർ കോടതിയെ സമീപിച്ച് അനുകൂല വിധി മേടിച്ചിരിക്കുകയാണ്, എൻ്റെ വായ അടപ്പിച്ചിരിക്കുകയാണ്. അത് i2 ന്യൂസ് പറഞ്ഞത് ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളത് അത് നമുക്കിപ്പോൾ ഇതിൽ നിന്നും സ്പഷ്ടമായിരിക്കുകയാണ്. രണ്ടാമത്തേത്, കെ.പി. യോഹന്നാന്റെ ദുരൂഹ മരണം കൊലപാതകമാണ് എന്ന് വളരെ വിശദമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ i2 ന്യൂസ് പരമ്പരകളായി വാർത്തകൾ നൽകിയിരുന്നു. മറ്റൊരു മാധ്യമവും കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ ഈ സത്യം പുറത്തുവിട്ടത്. ഇത് വെറുതെ വാർത്ത വിടുക മാത്രമല്ല, ഇത് കേരളത്തിലും ഇന്ത്യയിലും ഗൂഢാലോചന നടത്തി അമേരിക്കയിൽ സമർത്ഥമായി എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്ലാൻഡ് മർഡർ ആയിരുന്നു ഇത് എന്ന് രേഖകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് പുറത്തുവിട്ട കാര്യമാണ്. ഇത് വെറും വാർത്ത വിടുക മാത്രമല്ല, ഞങ്ങളിത് ഇന്ത്യൻ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, DGP, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി, തിരുവല്ല SHO, മ്യൂസിയം SHO ഇവർക്കെല്ലാം വിശദമായി രേഖകളടക്കം കൊടുത്തു. അത് മാത്രമല്ല, അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ ചെന്നൈ ഇവർക്കെല്ലാം ഇത് രേഖാമൂലം കൊടുത്തിട്ടുള്ള. പക്ഷേ ഇതിനെതിരെ ഒരു നടപടി ഇവർ ഉണ്ടാകുകയോ ഞങ്ങളെ വിളിച്ച് വിശദീകരണം ചോദിക്കുകയോ തെളിവുകൾ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ ഇതിൽ ഹാലിളകിയ വിലിവേഴ്സ് ചർച്ചിലെ ഒരു ബിഷപ്പ് നാമധാരി, നിങ്ങൾക്കറിയാം, കൗടിയാറിലുള്ള ഒരു ബിഷപ്പ് നാമധാരി ഞങ്ങൾക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അതിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സത്യസന്ധമായ വാർത്ത കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അതുപോലെ തന്നെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിന് നേരത്തെ പരിചയമുള്ള ഈ ബിഷപ്പെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ബിഷപ്പ് ഹൗസിൽ പോയി കണ്ടിരുന്നു. വളരെ സൗഹൃദ സംഭാഷണം നടത്തി. ആ സൗഹൃദ സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് വന്നത്. സുനിൽ മാത്യുവിനെ പ്രകാശം കൊട്ടാൻ ശ്രമിച്ചു, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, അദ്ദേഹം കാണാൻ കൂട്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് പരസ്യം തന്നാൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹമാണ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു പോളിസി മാറ്റർ ഉണ്ട്, നിങ്ങളുടെ ബ്രാഞ്ചിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ഒരു കാരണവശാലും പരം സ്വീകരിക്കരുതില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം നാളുകൾ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഇവർക്കെതിരെ ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലൊരു ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല. i2 ന്യൂസിനെ അറിയാം, പ്രേക്ഷകർക്കറിയാം. ഇതിലും എത്രയോ വമ്പന്മാർ ഞങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും ഞങ്ങൾ അത്തരം ഒരു സ്വാധീനത്തിനും വഴങ്ങാതാണ് ഇത്രയും ദിവസം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സംഭവമല്ല. i2 ന്യൂസ് ഈ ബിഷപ്പ് യോഹന്നാൻ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞത് 3 വർഷങ്ങൾക്ക് മുമ്പാണ്. ഓൾറെഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കെ.പി. യോഹന്നാൻ ഇന്ത്യയിൽ എത്തിയാൽ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ് 3 വർഷത്തിന് മുമ്പ് i2 ന്യൂസ് വാർത്ത കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തിന് മുമ്പേ പല വാർത്തകൾ ഇവർക്കെതിരെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ED റെയ്ഡ് വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായി അല്ല. ഏതെങ്കിലും തരത്തിലൊരു വിലപേശൽ ഞങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ആകാമല്ലോ. ഇതുവരെ ഈ പറയുന്ന ബിഷപ്പിനെ ഞാൻ കണ്ടിട്ടില്ല, അതേപോലെ ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ പരമ്പരകളായി ഞങ്ങൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നു. ഇനിയും വരാൻ പോകുന്ന വാർത്തകൾ, അതായത് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ബിഷപ്പ് യോഹന്നാന്റെ തട്ടിപ്പിൽ പങ്കാളികൾ ആരൊക്കെ, ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്നാണ് ഇവർ എത്രയും പെട്ടെന്ന് എന്നെ, അതുപോലെ എൻ്റെ സ്ഥാപനത്തെ, ഒരു ബ്ലാക്ക് മെയിലിംഗ് സ്ഥാപനമാണ്, പണം ചോദിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ യഥാർത്ഥത്തിൽ അപകീർത്തിപ്പെടുത്തി ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഫലമായി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഭാഗം പോലും കേൾക്കാതെ രഹസ്യമായി ഇവരുടെ FIR ഇട്ടു. ആ FIR ഇട്ടിരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് IPC 153, അതായത് കലാപം ഉണ്ടാക്കുവാൻ ശ്രമിക്കുക, അതുപോലെ 120B, അതുപോലെ 506,
KAP ആക്ട് 120 ഇത്രയും വകുപ്പിലിട്ട് ഇവർ FIR ഇട്ട് രഹസ്യമായി വെച്ചിരുന്നു. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ FIR തയ്യാറാക്കി കഴിഞ്ഞാൽ ഇവർ പത്രക്കുറിപ്പ് തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് കൊടുക്കുക, ഇതുപോലെ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിച്ച അല്ലെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയും അതിന്റെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവർ പത്രക്കുറിപ്പ് തയ്യാറാക്കി മാധ്യമങ്ങളെ കൊണ്ട് വാർത്ത കൊടുപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. ഞങ്ങളതിൽ അന്നേരം ഇത് അറിഞ്ഞത് തന്നെ ഞങ്ങളുടെ ഓഫീസിൽ രഹസ്യമായി ഇവർ എത്തി. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ നോട്ടീസ് നൽകിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ മൊഴി തരാൻ, തെളിവുകൾ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തന്നില്ല. ഇവർ ചെയ്തത് രഹസ്യമായി ഇത് വെച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് കോടതി ഇല്ലാത്ത ദിവസം നോക്കി രാത്രി എന്നെ അറസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് മാധ്യമങ്ങളെ വിളിച്ച് എന്നെ അകത്തു വിടാനുള്ള പദ്ധതിയായിരുന്നു തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഇന്ന്, അതായത് എല്ലാ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം അതിലേക്കായിരിക്കും എന്ന് മനസ്സിലാക്കി ഇന്നലെ രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിടുവാനുള്ള പദ്ധതിയായിരുന്നു. ദൈവാനുഗ്രഹത്തിന് ഞങ്ങളിത് നേരത്തെ മനസ്സിലാക്കി. കോടതിയിൽ ഇപ്പോൾ ഇന്നലെയായിരുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടത്. ഞങ്ങളവിടെ ചെന്നില്ല. പകരം രേഖാമൂലം വെൽ ഇൻ അഡ്വാൻസ് കൺസേൺഡ് SHOയെയും അന്വേഷണ ഉദ്യോഗസ്ഥനെയും രേഖാമൂലം ഞങ്ങളും എൻ്റെ വക്കീലും പോയി അറിയിക്കുകയുണ്ടായി. ഒരു അസൗകര്യമുള്ളതുകൊണ്ട് ഒരു പുതിയ ഡേറ്റ് ആ ദിവസം അറിയാമെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. അതിനുശേഷം കോടതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഈ റിക്വസ്റ്റ് ഫയൽ ചെയ്തു. അത് കോടതി ഓൾറെഡി അത് നമ്പർ ഇട്ട് കഴിഞ്ഞു. അന്നേരം ഈ സമയത്തിനുള്ളിൽ തന്നെ എന്നെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതോടുകൂടി ഇന്നലെ രാത്രിയിൽ എൻ്റെ ഫാമിലി താമസിക്കുന്ന എൻ്റെ വീട്ടിലെ പോലീസുകാർ രാത്രി കയറി അവരെ ഭീഷണിപ്പെടുത്തി, വീടുകളിൽ കയറി എല്ലാം പരിശോധനകൾ നടത്തി, വണ്ടി എല്ലാം പരിശോധിച്ചു, അതുപോലെ ഫോണുകളെല്ലാം പരിശോധിച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അവർ പോയി. അവരേത് നിമിഷവും എൻ്റെ ഓഫീസിൽ ഇന്ന് വന്ന് കയറാം, എൻ്റെ ഓഫീസിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം ഇവർ എടുത്തുകൊണ്ട് പോകാം. വിലപ്പെട്ട തെളിവുകളെല്ലാം അതിനകത്തുണ്ട്. ആ തെളിവുകൾ എല്ലാം നശിപ്പിക്കപ്പെടാം. ഓഫീസിൽ അതുപോലെ ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും രേഖകളും ഓഫീസിലാണ് ഇരിക്കുന്നത്. എനിക്കത് എടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഇവർ അത് കയറി ഈ ഓഫീസിൽ കയറി എടുത്ത് തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കുകയല്ല. എന്നെ അറസ്റ്റ് ചെയ്ത് നാണം കെടുത്തിക്കാനുള്ള ഈ ശ്രമത്തിനെതിരെയുള്ള ശ്രമമായതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറി നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയെ ഈ സത്യങ്ങൾ, എൻ്റെ കയ്യിലുള്ള തെളിവുകൾ എനിക്ക് ബോധ്യപ്പെടുത്തുന്നതുവരെ ആണ് ഞാൻ മാറി നിൽക്കുന്നത്. എനിക്കൊരു ആൻസിപ്പേറ്ററി ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വരും. കോടതിയുടെ മുന്നിൽ ഈ തെളിവുകളെല്ലാം ഹാജരാക്കും. അതൊരു ഒളിച്ചോട്ടമല്ല, ഭയന്നില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, പ്രേക്ഷകരെ വഞ്ചിച്ചിട്ടില്ല, അത് ചെയ്യത്തുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ ജീവനാണ് ഈ സ്ഥാപനത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ്. അതിൽ നിന്നും പിന്മാറ്റമില്ല. എന്ത് പ്രതിസന്ധിയും ഉണ്ടായാൽ പോലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. ഞങ്ങൾ നിയമപരമായി ഇതിനെ നേരിടും. അതിനു മുമ്പ് ഞാൻ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ എനിക്ക് പുറം ലോകം കാണാൻ പറ്റാത്ത അവസ്ഥയാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത്തരം ഒരു വീഡിയോയുമായി വരുന്നത്. എന്തുതരം വ്യാജ പ്രചാരണങ്ങൾ കണ്ടാലും മാധ്യമങ്ങൾ ഒന്നിക്കും, ഇവരുടെ പരസ്യം മേടിച്ച് എച്ചിൽ തിന്നുന്ന നാറകൾ ഒന്നിക്കും. ഞാൻ കള്ളനാന്ന് പറയും, പക്ഷെ ഞാൻ കള്ളനല്ല. എനിക്ക് കോടതിയുടെ മുന്നിൽ വരുവാനുള്ള അവസരം ദൈവം തന്നാൽ ഞാനത് പ്രൂവ് ചെയ്യും. അതുകൊണ്ട് അതുവരെയുള്ള സമയം നിങ്ങൾ ആരും ഇത്തരം അസത്യ പ്രചരണങ്ങൾ വിശ്വസിക്കരുത്. സത്യം മനസ്സിലാക്കുക. സത്യം വിജയിക്കും. സത്യം മാത്രമേ വിജയിക്കൂ. ഇത് പറയുവാൻ മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.